മെയിനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് MTV, ഇതുണ്ടോ, ഇതൊരു MTV സൈക്കിളാണിത്. ഒരു അടിപൊളി വയനാടൻ മോർണിംഗ്. കുറേ നാളിന് ശേഷം ഞാനിപ്പോൾ സൈക്കിൾ ഇറങ്ങിയതാണ്. അധികം ദൂരമൊന്നും പോകുന്നില്ല, ഒരു 10-11 കിലോമീറ്റർ അത്രേ പോകുന്നുള്ളൂ. തുടക്കമായതുകൊണ്ട് അത്രേ പോകാൻ പറ്റുള്ളൂ. ഇന്നെന്തായാലും നല്ല അടിപൊളി ക്ലൈമറ്റാണ്. രാവിലെ ഇന്നലെ മഴയൊക്കെ പെയ്തുകൊണ്ട് നല്ല സുഖമുണ്ട് ഓടിക്കാൻ. അയ്യോ കുഴി, അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. പണ്ട് ഇവിടെ ഫുള്ള് കട്ടറായിരുന്നു. അടിപൊളി. നമ്മുടെ ഇൻസ്റ്റാ പേജിൽ ഏറ്റവും കൂടുതൽ വരുന്നൊരു, ഇപ്പോഴല്ല ഏറ്റവും കൂടുതൽ വരുന്നൊരു എൻക്വയറിയാണ് ഏത് സൈക്കിൾ എടുക്കണം. അത് മിക്കവരും സൈക്ലിങ്ങിലായിട്ട് പുതിയതായിട്ട് വരുന്ന ആൾക്കാർ നേരെ വന്നിട്ട് ആ ചാനലിൽ വന്നിങ്ങനെ ചോദിക്കും, ഒരു 10,000 രൂപേൻ്റെ അടിയിൽ ഏത് സൈക്കിളാണ് നല്ലത്, അങ്ങനെയാണ് ചോദിക്കാറ്. പക്ഷെ അതിന് മുമ്പ് കുറച്ച് സംഭവങ്ങളുണ്ട് നമുക്കറിയേണ്ടത്. ഫസ്റ്റ് തന്നെ നമ്മുടെ പർപ്പസ് എന്താണെന്ന് നമ്മൾ ക്ലിയറായിട്ട് കണ്ടുപിടിക്കണം. ഇപ്പോൾ നിങ്ങൾ ഒരു തടിയുള്ള ആളാണ്, തടി കുറയ്ക്കാൻ വേണ്ടിയാണെങ്കിൽ അതൊരു പർപ്പസാണ്. ഡെയിലി മോർണിംഗ് ഒരു ഫിറ്റ്നസ്സിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും കൂട്ടി കുറച്ച് ഒരു 10-20 കിലോമീറ്റർ 30 കിലോമീറ്റർ പോകണം, സിറ്റി കൂടെയൊക്കെ പോകണം. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ നല്ല സ്പീഡിൽ, അത്യാവശ്യം സ്പീഡിൽ കുറേ കിലോമീറ്റർ കവർ ചെയ്യണം. ഫസ്റ്റ് തന്നെ ഒരു സൈക്കിൾ എടുക്കാൻ നോക്കുമ്പോൾ മെയിനായിട്ട് 3 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് MTV, 2 ഹൈബ്രിഡ്, 3 റോഡ്. ഇത് 3ആണ് ഇപ്പോൾ ഉള്ളതിൽ ഭയങ്കര കോമൺ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന 3 ഓപ്ഷൻസ്. അതിൽ MTV ആയിരിക്കും മിക്കവരും കണ്ടിട്ടുള്ളതല്ല, എല്ലാവർക്കും താല്പര്യം. പുതിയതായിട്ട് സൈക്കിൾ എടുക്കാൻ വരുന്നവർക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം MTV ആയിരിക്കും. കാരണം MTVക്കാണ് വലിയ ടയറ്, ഡിസ്ക് ബ്രേക്ക്, ഷോക്ക്, അങ്ങനത്തെ സാധനമൊക്കെ ഉള്ളത്. ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ ഈ ഓടിച്ചുകൊണ്ട് പോകണ വണ്ടി ഒരു MTV ആണ്. അവിടെ നിർത്തിക്കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇതൊരു MTV സൈക്കിളാണിത്. അതിൻ്റെ ടയറും അതിൻ്റെ ഡിസ്ക്കും, ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക്, പിന്നെ ഒരു ഷോക്ക്, അങ്ങനത്തെ സാധനമൊക്കെ കണ്ടില്ലേ, അതൊക്കെ MTVക്കാണ് മെയിനായിട്ട് വരിക. MTV മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ റോഡൊക്കെ അത്യാവശ്യം മോശം, ഒരു ഓഫ് റോഡ് മൗണ്ടൻ ബൈക്കാണെന്നാണ് MTVനെ പറയുന്നത് തന്നെ. ഇത് ഓഫ് റോഡ് പോകാൻ പറ്റിയ, ഓഫ് റോഡ് അറിയുമ്പോൾ എന്താ അറിയില്ല, ഓഫ് റോഡ് പോലത്തെ റോഡ് പോകാൻ പറ്റിയ സാധനമാണ് MTV. ഇതുകൊണ്ട് നമുക്ക് എതിൽ വേണമെങ്കിലും കയറി പോവാം. അതാണ് MTVൻ്റെ മെയിൻ ഉപയോഗം. ഇനി അടുത്തത് വരുന്നത് ഹൈബ്രിഡ്. ഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ MTV അല്ല, റോഡും അല്ല. ഹൈബ്രിഡ് നമുക്ക് ലാസ്റ്റ് പറയാം. നമുക്ക് റോഡ് എടുത്ത് പറയാം. റോഡ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ടയറൊക്കെ കണ്ടില്ലേ, വലിയ ടയറല്ലേ. പക്ഷേ റോഡ് സൈക്കിളിൽ വരുമ്പോൾ ചെറിയ ടയറായിരിക്കും, പിന്നെ അതിന് തീരെ ചെറുതായിരിക്കും, പിന്നെ അതിന് ഈ ഷോക്ക് ആബ്സർ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. മിക്കതിനും ഡിസ്ക് ബ്രേക്ക് കാണില്ല. ഉണ്ട് കേട്ടോ, ഡിസ്ക് ബ്രേക്ക് ഉള്ളതുണ്ട്, എന്നാലും കോമൺലി പറയുന്നതാണ്. എൻട്രി ലെവലൊക്കെ അങ്ങനെ ആയിരിക്കും. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ റോഡിൽ കൂടെയൊക്കെ ചെറിയ കട്ടറിട്ട റോഡൊക്കെ ഓക്കെ, ബട്ട് ഇപ്പോൾ ഈ റോഡ് പൊളിച്ചിട്ടൊക്കെ വന്ന് വിചാരിച്ചോ, അതിലൊന്നും അതുകൊണ്ട് പോകാൻ പറ്റില്ല. അതിൻ്റെ ടയറും ഇതിന് പറ്റിയൊരു ടയറല്ല ഇതിൻ്റെ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഹൈവേ കൂടെ പോകാൻ. ഹൈവേ കൂടെ നമുക്ക് അത്യാവശ്യം സ്പീഡിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ, അതായത് പെട്ടെന്ന് മടുക്കാതെ ലോങ് ഡിസ്റ്റൻസ് കവർ ചെയ്യാൻ പറ്റും. അതാണ് റോഡ് ബൈക്ക്. ഇനി അടുത്തത് ഹൈബ്രിഡ്. മൂന്നാമത്തെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് എന്ന് പറയുമ്പോൾ MTV അല്ല,
റോഡുമല്ല, അതിൻ്റെ ഒരു സെൻറ്ററായിട്ട് വരും. അപ്പോൾ എന്താ വെച്ചാൽ ഇത്രയും വലിയ ടയറുകൾ കാണില്ല, ഇതിനേക്കാളും ചെറുതായിരിക്കും. ബട്ട് റോഡിൻ്റെ അത്ര ഉണ്ടാവില്ല, റോഡിൻ്റെ അത്രയും ചെറുതായിരിക്കില്ല. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഏകദേശം അതേപോലെ തന്നെ. ടയറിലാണ് മെയിൻ വ്യത്യാസം വരുന്നത്. പിന്നെ ചിലതിന് ഷോക്കുള്ളതുണ്ട്, ഇല്ലാത്തതുണ്ട്. റൈഡിങ് ഈ ഒരു ഹാൻഡിൽ തന്നെ റോഡ് സൈക്കിളിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറൻസ് ഉണ്ടാവും. കിടന്നു പോകുന്ന രീതിയിലൊക്കെ ആയിരിക്കും. പക്ഷേ ഹൈബ്രിഡ് വരുമ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് MTB എടുക്കണമെങ്കിൽ MTBയും കൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് തടിയൊക്കെ ഉള്ള ആളാണ്, അത് കുറയ്ക്കണം. അതിന് ഡെയിലി ഒരു 15 to 20 കിലോമീറ്റർ MTB എടുത്ത് പോവുകയാണെങ്കിൽ അത് നല്ലൊരു ഓപ്ഷനാണ് MTB. പിന്നെ നിങ്ങൾ ഓടിക്കുന്ന സ്ഥലം അത് നല്ല റോഡല്ല, അത്യാവശ്യം കല്ലും മണ്ണും ഒക്കെ പിടിച്ച ഒരു കട്ടറുള്ള റോഡൊക്കെ ആണെങ്കിൽ MTB ആയിരിക്കും നല്ലത്. നെക്സ്റ്റ്, നിങ്ങളൊരു ടൗണിൽ നിൽക്കുന്ന ആളാണ്, നിങ്ങൾക്ക് രാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ ഒക്കെ എടുത്ത് സൈക്കിൾ എടുത്തിട്ട് അത്യാവശ്യം ദൂരം പോകണം, ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യണം. അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ഹൈബ്രിഡ് ആയിരിക്കും. കാരണം ടൗൺ ഏരിയയിൽ അധികം അലമ്പ് റോഡൊന്നും കാണില്ല, വണ്ടി ഈസി ആയിട്ട് കൊണ്ടുപോകാം, അത്യാവശ്യം മടുക്കാതെ അത്യാവശ്യം ദൂരം പോകാനും പറ്റും ഹൈബ്രിഡ് വെച്ചിട്ട്. അല്ല, നിങ്ങൾ കുറേ ഡിസ്റ്റൻസ് പോകണം, നിങ്ങൾക്ക് സൈക്ലിങ് ഒരു പാഷനായിട്ട് കുറേ ദൂരം പോകണം, അങ്ങനത്തെയൊക്കെ ആഗ്രഹമുള്ള ആളാണെങ്കിൽ എന്തായാലും നിങ്ങൾ റോഡ് സൈക്കിൾ എടുക്കണം. റോഡ് സൈക്കിളാണെങ്കിൽ അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് 100 കിലോമീറ്ററൊക്കെ കവർ ചെയ്യാൻ പറ്റും, ഡെയിലി കവർ ചെയ്യാൻ പറ്റും.